ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ പെരട്ടാണ്. അതിനാവശ്യമായ ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിരിക്കുക. അതിലാവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല 1 ടീസ്പൂൺ. ഇതിട്ട് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ 2 തക്കാളി, 1 സബോള, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കരിവേപ്പില, മല്ലിയില. പിന്നെ ഇതിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യുന്നത് അത് ഞാൻ കൂടെ പറയാം. ഇത്രയും ഐറ്റമാണ് നമുക്ക് ആവശ്യം. നമ്മൾ ചിക്കൻ നന്നായി എണ്ണയിൽ വറുത്തെടുക്കണം. വറുത്തെടുത്ത ശേഷം നമ്മൾ ഫസ്റ്റ് എണ്ണ വറുക്കുന്ന ശേഷം മുമ്പ് നമുക്ക് കുറച്ച് വറ്റൽമുളക് വറുത്തെടുക്കണം. പിന്നെ കുറച്ച് കരിവേപ്പിലയും വറുത്തെടുത്ത് മാറ്റിയ ശേഷം മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. ഒരു മീഡിയം അരച്ചെടുത്താൽ മതി, ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ വറുക്കാം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ പെരട്ട. ഇത് പൊറോട്ടയോടെയും നല്ല ചോറിൻ്റെ കൂടിയും ചപ്പാത്തിനോടും എന്തിനു കൂടിയും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുണ്ടാക്കി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുന്നു മാത്രം. ഇത് ആയിട്ട് നമുക്ക് മാറ്റി വെച്ച് ഒരു മിക്സിയിൽ ഒരു ചെറിയൊരു മീഡിയം പൊടിച്ചെടുക്കാം. അതിനുശേഷം ഈ എണ്ണയിൽ തന്നെ നമുക്കിത് ചിക്കൻ വറുത്തെടുക്കണം. ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാണ്. അതിനുശേഷം നന്നായി വറുത്തെടുക്കാം. ഒരു മീഡിയം വറുത്തെടുക്കാം. അങ്ങനെ ശേഷം നമ്മുടെ ആയിട്ടുണ്ട്. ഈ ഐറ്റം കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ പെരട്ട. ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം നമ്മുടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണ മാറ്റി വെച്ച ശേഷം കുറച്ച് എണ്ണ എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഇതിനുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കണം. തേങ്ങ ഒരു മീഡിയം മൂത്ത ശേഷം നമുക്ക് അതിലേക്ക് സബോള ആഡ് ചെയ്യണം. സബോള നന്നായി ആടിയ ശേഷമാണ് നമുക്ക് അടുത്തേക്ക് ചെയ്യാൻ. അപ്പോൾ ഒന്ന് തേങ്ങാക്കൊത്തൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സബോള ആഡ് ചെയ്യാം. സബോള ആടിയ ശേഷം കുറച്ച് ഒന്ന് നന്നായിട്ട് വഴക്കിയ ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് സബോളയൊക്കെ ആയിട്ട് തക്കാളിക്ക് ഇടാം. തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ നമുക്ക് ഇത് ഇളക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല കയറ്റാം. ഒരു 1/2 ടീസ്പൂണ് നമുക്ക് മല്ലിപ്പൊടി ചേർത്താം. ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ നമ്മൾ അതിൽ ചേർത്തിട്ട് കാശ്മീർ ചില്ലി 1/2 ടീസ്പൂണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഇട്ടിട്ടുണ്ട്. അതിനിട്ട ശേഷം നന്നായി ഇളക്കി നമ്മുടെ ആ പൊടിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ ഇളക്കി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന വെറ്റലമുളകും കരിവേപ്പിലയും കൂടി ഉള്ളത് ഇടാം. അതിനിട്ട ശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ഇടാം. ഇത് കുട്ടികൾക്ക് ഇതിപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചത് നമുക്കതിൽ മിക്സ് ചെയ്ത് നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്യാം. ഇത് പ്രത്യേക ടേസ്റ്റാണ്. വറ്റൽമുളക് വറുത്തതിൻ്റെയും അതേപോലെ തന്നെ
തേങ്ങാക്കൊത്തും ഒക്കെ കൂട്ടിയിട്ട് നല്ല കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണമെന്ന് എനിക്ക് പറയുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ വില്ലേജ് K9 വൈബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഫുഡിൻ്റെ ഐറ്റം നിങ്ങൾക്ക് കാണാം. ഇത് കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് അടിക്കണേ. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അടുത്ത ദിവസം കാണാം.